ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൺഫ്ലവർ കാണാൻ പോയതും അതുപോലെ തന്നെ ഒരു ലോക്ക് കാണാൻ പോയതും ഉള്ള വീഡിയോ ആണ് ഗായ്സ്. നമ്മൾ ലോറൻസ് ക്രിക്കിലോട്ടാണ് ഗായ്സ് പോകുന്നത്. കുറച്ച് അതെ ലോറൻസ് ക്രിക്ക്. നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മള് സൺഫ്ലവർ കാണാനല്ലേ പോകുന്നത്, അതിനാട്ടാ പോകുന്നത്. ശരിയെന്നാ കണ്ടിട്ടില്ലെങ്കിൽ ഈ വ്ളോഗ് ഉണ്ടാവത്തില്ല ഗൈസ്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്, കാരണം നമ്മൾ ഫ്ലവേഴ്സ് കണ്ടു. അപ്പോൾ വീഡിയോ ഉണ്ട് മക്കളെ, വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ പരത്തി പിടിച്ച് എങ്ങനെയല്ലോ സൺഫ്ലവർ ഫീൽഡിലെത്തി. മൊത്തം തേനീച്ചയും എല്ലാം ആയിരുന്നു. കുത്തു കിട്ടാത്ത ഭാഗ്യമായിരുന്നു തേനീച്ചയുടെ കയ്യിൽ നിന്ന്. അയ്യോ, അടിപൊളിയായിരുന്നു അത്. നമ്മളങ്ങനെ സൺഫ്ലവർ ഫീൽഡിലെത്തി ഗായ്സ്. സണ്ണ് നല്ല സണ്ണ്. മൊട്ടാണ് ഗായ്സ്, കണ്ടോ? കുഞ്ഞു മൊട്ട്. അയ്യോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ ചെയ്തിട്ടൊന്നും പരിചയമില്ല. പക്ഷേ നല്ല അലമ്പായ ഓഡിയോസ് ഉള്ള വീഡിയോസാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ കാണുന്ന പൂവാണ് ഗൈസ് ഗ്ലാഡിയോലി എന്ന് പറഞ്ഞൊരു പൂവ്. അത് ആക്ച്വലി ഇത് കുഞ്ഞ് ഫീൽഡാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പൂക്കളാണ് ഗൈസ്. അയ്യോ, ഫുൾ തേനീച്ചയും കടന്തലൊക്കെയാ. കുഴപ്പമില്ല, നൈസായത്. വെയിലില്ല പക്ഷെ കൊള്ളാം. നമ്മളെല്ലാവരും അങ്ങനെ തിരിച്ചു പോവാണ് ഗായ്സ്. അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ് ഗായ്സ്. ബൈ. അപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ടു, അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫോൾസിലോട്ടാണ് പോകാനിരുന്നത്, പക്ഷെ അതൊക്കെ ഗുദാഹവ പ്ലാനായിപ്പോയി. ഈ കാണുന്ന ബാർലീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അത് ഇവിടെയാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് വേണ്ടുന്നവർക്കൊക്കെ കൊടുക്കും. ഈ കാണുന്നത് എന്തോ ആണെന്ന് അറിയില്ല, പക്ഷേ ഒരു വെള്ളപ്പൂവാണ്. കാണുമ്പോൾ ഒരു നമ്മൾ മുളകിൻ്റെ ഒക്കെ തൈമാതിരി ഉണ്ട്. പിന്നെ കുറേ സെമിത്തേരി അത് ഇത്. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അത് എത്ര എടുത്താലും മതിയാവില്ല. നമ്മൾ പോകും സ്ഥലം എവിടെയാണ് കണ്ടു പറയും ചേച്ചി. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിരിക്കും. ഒരാൾ മാപ്പ് നോക്കും, ഒരാൾ പാട്ട് വെക്കും, ഒരാൾ വീഡിയോ എടുക്കും. പിന്നെ ഒരാൾ മാത്രമേ ഡ്രൈവ് ചെയ്യൂ, അത് ചേച്ചി. വേറെ ആർക്കും അറിയത്തില്ല. പിന്നെ ഈ കാണുന്ന ആടൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഹായ് പറയുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. ഇച്ചിരി കൂടെ കാണിക്കുന്നുണ്ട് മുന്നോട്ട് പോവാൻ. റോഡിന്റെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗുദാഹവ പ്ലാൻ, അത് ഇതായിരുന്നു ശരിക്കും. നമ്മൾ ആ ഫാൾസ് കാണാൻ പോയിട്ട് പോകുന്ന വഴിയായിരുന്നു ഇത്. ഫുൾ ഗെയിം ബോർഡ്സ് ഉണ്ട് എന്നും പറഞ്ഞിട്ട്, അപ്പോൾ സ്ലോയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ബോർഡ്സ് കണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ആ കോഴിക്കുഞ്ഞിനെ പോലത്തെ ഒരു സാധനം. കണ്ണ് ചുവപ്പാണ്, പക്ഷെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല പോലെ നോക്കണം. നമ്മളങ്ങനെ ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി, പക്ഷെ കണ്ടത് മൊത്തം താണ്ട് ഈ കുഞ്ഞ് ഓടി കളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ. എന്തോ സൗണ്ട് കേൾക്കുന്ന ശരിക്കും അത് എന്നോടാ പറഞ്ഞത്. കാരണം ഗൂഗിൾ മാപ്പ് നോക്കി ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. പക്ഷെ കണ്ട കാഴ്ച ഇതാ, നല്ല അടിപൊളിയായിരുന്നു. ഇതും കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കറിയില്ല, ഇവർ ഈ ഫാൾസ് എന്ന് വിളിക്കുന്ന 2 പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി വെള്ളം വരുന്ന ഞാൻ തോന്നുന്നു. കാരണം അവിടെ ഒരു കുഞ്ഞ് തോട് മാതിരത്തെ ഒരു സ്ഥലമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയേക്കണ വഴിയായത്. അതും ഒറ്റ വണ്ടി പോകേണ്ട ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാ പോക്കും. അവിടെ ഒരു ബോക്സ് പോലെ പോയ വഴി മാറിയാ? ഇല്ല. ചെവി കേട്ടൂടാ കോഴി. ഉയ്യൻ്റെപ്പാ, അതുങ്ങളെ കടന്നു കിട്ടലൊരു പണി തന്നെയായിരുന്നു. അത് ഒരു വലിയ റൈഡിൽ കയറി ഇറങ്ങിയൊരു ഫീല്. എന്നിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ അന്താരാഷ്ട്ര ചർച്ചകളാണ്, ഫുൾ സീരിയസ് ടോക്കായി. പിന്നെ നമ്മളെ നാട്ടിലെ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പോവുക. അതൊക്കെ ആരെയും ഒന്നും പറയാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ.
നമ്മൾ പ്രകൃതിയോട് എന്ത് ചെയ്യുന്നു അതിങ്ങോട്ട് തിരിച്ചടിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴേ ഈ ഒരു കാഴ്ച. ഇതാണ് ഗോംസ് നാഷണൽ പാർക്കിൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സൈഡ്. മൊത്തം നല്ല അടിപൊളി മലകളാണ് ഗായ്സ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഗായ്സ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഇത് മൊത്തം ഷീപ്പും മൊത്തം ഇതും. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളി. പഠിക്കില്ലല്ലോ ചേച്ചി വിളിക്കാം നമ്മളെ. നടു റോട്ടിൽ വണ്ടിയും വെച്ചിട്ട് മിക്കവാറും ആരെ കയ്യിൽ നിന്നെങ്കിൽ ചീത്തയും വാങ്ങിച്ചു പോകും നമ്മൾ. ചെസ്സിയുടെയാ അങ്കിള് പോലും അറിയാതെ ഇവക്ക് ഇച്ചിരി സ്ഥലം വാങ്ങി. തിരിച്ചു പോവണ്ടെന്നായിരിക്കും അങ്കിളുടെ മനസ്സിൽ. അതിന്റെ പാല് കറന്നിട്ടാണ് ചെസ്സി. അങ്ങനെ അവിടുത്തെ അലമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഇതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. ഈ സ്ഥലവും ഒന്നും ഇഷ്ടമല്ല. പക്ഷേ പിന്നെ 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 നമുക്ക് ഇഷ്ടം വരുമല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്തൊരു ബ്ലെസ്സിങ്ങാ ഇവിടെ എത്തിപ്പെട്ടല്ലോ. അങ്ങനെ അങ്ങനെ ചെസ്സിൻ്റെ ദുരന്തം ചോദ്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒറ്റപ്പെട്ടിരിക്കുന്ന വീടൊക്കെ കാണാൻ ഭയങ്കര രസം. ഒരു ദിവസം അവിടെ താമസിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരിക്കും. ആ ഒഴുകുന്നത് നോർത്ത് എസ്ക് എന്ന് പറഞ്ഞ ഒരു റിവറാ. റോഡ് മേലെ കൂടെ പായുന്ന എന്ത് നടുക്ക് തന്നെ ഹായ് 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 ഹയ്യമ്മ ഹയ്യമ്മ അയ്യോ എന്തോരം കൂടാ വലിച്ചു വലിച്ച് കീറണം. നമ്മളങ്ങനെ ചോറ് കഴിക്കാണ് ഗൈസ്. നല്ല കുത്തരിച്ചോറും സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും ബ്രിഞ്ചാൾ കറിയും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതിവിടെ ചൂടാക്കാൻ വെക്കണം ഗൈസ്. നാച്ചുറൽ ഓവൻ. ഇനി ഇത് ഇങ്ങനെ എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തടി നിന്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ കറി നോക്കൂ ഗൈസ്, ഒരു പരിഷ്കാരിയാണ് ഗൈസ്. അതെ 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 അതെ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇറങ്ങി. ഫുൾ അലമ്പ് കാണിച്ചുകൊണ്ടേ നടക്കൂ. ഫുൾ ഒച്ചപ്പാടാക്കിയിട്ടാണ് നടക്കുക. എന്നിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം ചെറുതായിട്ടൊന്ന് വഴിമാറി. അതായത് നമ്മൾ ആക്ച്വലി ക്യൂൻസ് വെൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനാണ് ഇരുന്നത്. പക്ഷെ എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ലോക്ക് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ലോക്ക് കാണാൻ പോയി. ലോക്ക് ഇസ് ആക്ച്വലി ലൈക്ക് എ ലേക്ക് മാതിരി ഒരു സംഭവമാണ് ലോക്ക്. എത്തിയിട്ടില്ല ഗൈസ്. ഇതുപോലെ ഇവിടെയൊക്കെ മിക്കവാറും ഇതുപോലെ ഒരു മലേൻ്റെ മേലെയൊക്കെ ഒറ്റക്കൊരു വീട്. മലയല്ല, ഇതുപോലെ ഇവരെ ഫാമൊക്കെ ഉള്ള സ്ഥലത്ത് ഒറ്റക്കൊരു വീട്. ആൾതാമസമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മിക്കവാറും അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര അടിപൊളി, ഭയങ്കര അടിപൊളി. അയ്യോ ചേച്ചിക്ക് എന്താ ചേച്ചി പറയാനുള്ളത്? What do you want to say about this place? അടിപൊളി പ്ലേസ് ആണ്. അമ്മയെ കൊണ്ട് തള്ളിയിടാൻ പറ്റിയ സ്ഥലമാണ്. എനിക്കെങ്ങാനും എന്തേലും പറ്റിയത് ഇതാണ് ഉത്തരവാദി. ചേച്ചി ഒരാൾ കുടുങ്ങി കുടുങ്ങി വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അവളെ പരിചയമില്ലല്ലോ. നിങ്ങക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്ഥലോ നമ്മളെ നാടും ഈ നാടും തമ്മിൽ എന്തുവാ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇത് UK ആണ്, അത് ഇന്ത്യയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കളിയാക്കിക്കൊണ്ട് പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് പോയി. അതൊക്കെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഈ കാണുന്ന പാടം, കുതിര, പശു, ആട്, പട്ടിയൊക്കെ ഇതേ ആ വീട്ടിലെ ആളുടെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ റോഡിലേക്ക് കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പം കുതിരേനൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് അടുത്ത് പോകണം, അടുത്ത് പോയിട്ട് എനിക്കൊന്ന് അതിൻ്റെ മേലെ കയറണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്തുനിന്ന് കണ്ടു. അങ്ങനെ ഇവിടെ 3 കുതിര ഈ സൈഡും ഒറ്റ കുതിര അപ്പുറത്തും. എന്തിനാ അതിനെ മാത്രം ഒറ്റക്കപ്പുറത്താക്കിയ അറിയത്തില്ല.
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരെണ്ണത്തിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ വിളിച്ചു, വാ അടുത്തോട്ട് വാന്ന് വിളിച്ചതാ. അതാണെങ്കിൽ ഇതാണ്ടേ വരുന്നു. വാ വാ ഇങ്ങോട്ട് അടുത്തോട്ട് വാ. ഞാനതിനെ തൊട്ടു, പക്ഷെ അധികം അടുത്തോട്ട് പോകാൻ നിന്നിട്ട, കാരണം പറയാൻ പറ്റത്തില്ലല്ലോ അതെങ്ങാനും ഫെൻസ് പൊട്ടിച്ച് വന്നാലോ. തൊട്ട സമയത്ത് എനിക്ക് എൻ്റെ ഡോളീനെ ഓർമ്മ വന്നേ. ഈ കുതിരയും ഈ വെള്ളക്കുതിരയും തമ്മിൽ അടിയായിട്ട് മാറ്റി നിർത്തിയിട്ടേക്കാൻ തോന്നുന്നു. അവർ ആക്ച്വലി കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കണ്ടു. ഒരു പാലമുണ്ട് ഗൈസ്. പാലം കഴിഞ്ഞ് അവിടെ ഒരു ഒറ്റപ്പെട്ട ഇതൊക്കെ ആക്ച്വലി വീടാണോ? നമ്മൾ ആക്ച്വലി ഈ കാണുന്ന സ്ഥലം വരെയേ പോയിട്ടുള്ളൂ. ലോക്ക് ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തോട്ടും ഉണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് അധികം പോയിട്ടില്ല. ഇത് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ടും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായി. ക്ലൈമറ്റ് ഇച്ചിരി മോശമായിരുന്നു. മോശം ഇൻ ദ സെൻസ് നല്ല വെയിലത്ത് നല്ല ചൂടുണ്ട്, കൂടാതെ മഴയും പെയ്യുന്നുണ്ട്, നല്ല കാറ്റും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി എല്ലാവർക്കും, അത്യാവശ്യം ക്ഷീണമായി. അങ്ങനെ അവിടെ കാണാൻ ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു, എന്തൊക്കെയോ കഥ പറഞ്ഞു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. ആകെ ടയേർഡ് ആയതുകൊണ്ട് നല്ല ചേട്ടൻ, സുന്ദരൻ ചേട്ടൻ. അയ്യോ അവിടെ തട്ടുവോ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുഞ്ഞു വഴി ആയതുകൊണ്ട് ട്രാക്ടറോ അല്ലെങ്കിൽ അതുപോലെ വലിയ വണ്ടിയൊക്കെ വന്നാൽ പോകാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. ആ റൈഡൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടുന്നൊക്കെ ഇതൊക്കെ വിട്ട് പോകുമ്പോൾ എന്തായാലും എല്ലാം മിസ് ചെയ്യും. ഇത് നാട് മിസ് ചെയ്യും, ഇവരെ മിസ് ചെയ്യും, നമ്മുടെ ഫൺ എല്ലാം മിസ് ചെയ്യും. അങ്ങനെ ആ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ തീരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഇച്ചിരി വിയേർഡ് ഫേസസ് കണ്ടാലോ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്ന 2 രൂപ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഞാൻ പോകുന്നു. ബൈ ബൈ.